നിഗാർ കാഫ ഹെറത്തിലെ പെണ്ണുങ്ങളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ മാഹിദേവ്രാൻ സുൽത്താനയും ഗുൽഷയും അതുവഴി വരുന്നു. ഹുറത്തിനെ കണ്ട മാഹിദേവ്രാൻ സുൽത്താന അവളെ കളിയാക്കും പോലെ വിളിക്കുന്നു. അലക്സാന്ദ്ര. അവൾ കേൾക്കാത്ത പോലെ മുന്നോട്ട് പോകുമ്പോൾ നിഗാർ അവളെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു, ഇവിടെ ചില മര്യാദകളുണ്ട്. ഇവിടുത്തെ സുൽത്താനമാരെ ബഹുമാനിക്കണം. അലക്സാന്ദ്ര തിരിച്ചു നടന്ന് അവരുടെ മുന്നിൽ പോയിട്ട് സുൽത്താൻ സുലൈമാൻ കൊടുത്ത മോതിരം കാണും വിധം കൈ നെഞ്ചിലേക്ക് വെച്ചിട്ട് അവരെ കുമ്പിടുന്നു. മോതിരം കണ്ട മാഹിദേവ്രാൻ സുൽത്താന അസ്വസ്ഥതയോടെ അവിടുന്ന് പോകുന്നു. നിഗാർ കാഫയ്ക്ക് കാര്യമൊന്നും മനസ്സിലായതുമില്ല. ക്ലാസ്സിലിരിക്കുമ്പോൾ ഹുറം എന്തോ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട മരിയ അവളെ തട്ടി വിളിച്ചിട്ട് എഴുതാൻ പറയുന്നു. അവൾ അവളുടെ പേപ്പറിൽ ടർക്കിഷ് ഭാഷയിൽ ആഷിഖ്, ലവ് എന്നെഴുതുന്നു. മാഹിദേവ്രാൻ സുൽത്താന ഗുൽഷയോട് പറയുന്നു, ആ മരതക മോതിരം അവളുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സമാധാനമില്ല ഗുൽഷ. നീ അത് അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് എടുത്തു തരണം. തീർച്ചയായും സുൽത്താന, ഗുൽഷ ഉറപ്പ് കൊടുക്കുന്നു. വാലിദ സുൽത്താനയും ദായ ഹാത്തുമും അതേ മോതിരത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ മോതിരം അവളുടെ കയ്യിലെത്തിയതല്ലേ? ദായ ഹാത്തും പറയുന്നു, ആ മോതിരത്തിൻ്റെ പേരിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒരു ഫൈറ്റ് നടക്കാം. മാഹിദേവ്രാൻ ഹസേക്കി സുൽത്താനയാണ്. അവൾ ഇതുപോലെ ബിഹേവ് ചെയ്യാൻ പാടില്ല. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം ദായ, വാലിദ സുൽത്താന പറയുന്നു. തിരികെ പോരുമ്പോൾ ഹദീജ സുൽത്താന ഇബ്രാഹിം കൊടുത്ത ലെറ്റർ ആരും കാണാതെ വായിക്കുന്നു. എൻ്റെ സുൽത്താന, നിങ്ങളുടെ പ്രകാശം എൻ്റെ ഇരുണ്ട ജീവിതത്തെ പ്രകാശപൂരിതമാക്കിയിരിക്കുന്നു. ഇബ്രാഹിം. അത് വായിച്ച് നാണത്തോടെ ചിരിച്ചുകൊണ്ട് ഹദീജ സുൽത്താന മുന്നോട്ട് നടന്നു. ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ആയിഷയെ ഗുൽഷ വിളിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് എല്ലാ പെണ്ണുങ്ങളും പോയിട്ടും ഹുറം മാത്രം അവിടെ ഇരിക്കുന്നു. നീ ഭയങ്കര പഠിപ്പുകാരിയാവാൻ തീരുമാനിച്ചോ? ക്ലാസ് കഴിഞ്ഞു, നിഗാർ പറഞ്ഞു. എനിക്ക് സുൽത്താനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനായി കുറച്ചുകൂടി പഠിക്കണം. സുൽത്താൻ മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്നത്, എന്നെ നോക്കി ചിരിക്കാറുള്ളത്. ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ എന്നോട് ദേഷ്യമാണ്. നീ അവരെ പോലെ മുന്നോട്ട് പോകാനല്ലല്ലോ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ നിന്നെ അങ്ങനെയേ കാണൂ, എപ്പോഴും വഴക്കും ബഹളവും. ഇതുപോലെ പോയാൽ വാലിദ സുൽത്താൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കും. ഏതെങ്കിലും വയസ്സനാകിയെ കൊണ്ട് കെട്ടിച്ചു വിടും. എന്നെ ഒന്ന് സഹായിക്കുക, ഹുറം പറയുന്നു. എന്നെക്കൊണ്ട് നിന്നെ സഹായിക്കാൻ സാധിക്കില്ല. സുംബുലാഗിയെ കൂടെ നിർത്താൻ ശ്രമിക്കൂ. ഈ ഹെറത്തിലെ എല്ലാ സീക്രട്ടും അറിയാവുന്ന ആൾ സുംബുലാഗിയാണ്. നീ പോയി അയാളോട് മാപ്പ് പറഞ്ഞിട്ട് കുറച്ച് ഗിഫ്റ്റോ പൈസയോ എന്തെങ്കിലുമോ കൊടുക്ക്. പൈസയോ? അതെ. രണ്ടുപേരും ചിരിക്കുന്നു. ഗുൽഷ ആയിഷയോട് പറയുന്നു, നിനക്ക് മനസ്സിലായോ എന്താണ് ചെയ്യേണ്ടതെന്ന്? മനസ്സിലായി, പക്ഷെ ഞാനെങ്ങനെ ചെയ്യാനാ? ബുദ്ധി ഉപയോഗിക്കുക. നിനക്ക് തക്കതായ സമ്മാനം കിട്ടും. പിന്നെ ഇതൊരു തരത്തിലും പുറത്തറിയരുത്. അറിഞ്ഞാൽ നിന്റെ കാര്യം പോക്ക. ആയിഷ തലയാട്ടുന്നു. അപ്പോൾ നിഗാർ അതുവഴി വരുന്നു. അത് കണ്ട ഗുൽഷ വേഗം സ്റ്റെപ്പ് കയറി പോകുന്നു. നിഗാർ അവരുടെ കൈ മാത്രം കാണുന്നു. ആയിഷ, നീ അവിടെ എന്തെടുക്കുക? നിഗാർ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ എൻ്റെ ചേംബറിലേക്ക് പോവുക. എന്നാൽ വേഗം പോ. ആയിഷ വേഗം അവിടുന്ന് പോകുന്നു. നിഗാർ സംശയത്തോടെ ഒന്ന് നോക്കിയിട്ട് പോകുന്നു. ഹുറം സുംബുലാഗിയുടെ ചേംബറിൻ്റെ ഡോറിൽ വന്ന് മടിച്ച് മുട്ടുന്നു. ഒരാൾ വന്ന് ഡോർ തുറക്കുന്നു. സുംബുലാഗി ഉണ്ട് ഇവിടെ. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് സുംബുലാഗിയെ കാണണം. ഇവിടെ നിൽക്കുക. അയാൾ അകത്തേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് സുംബുൽ വരുന്നു. സുംബുലാഗ, എന്നെ സഹായിക്കണം. നീ എന്തിനാ ഇവിടെ വന്നത്? എനിക്ക് സുംബുലാഗിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. എന്താ പറയ്. എന്നെ സഹായിക്കണം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഗോൾഡ് മുഴുവൻ തരാം. സുൽത്താൻ എനിക്ക് ഒരുപാട് ഗോൾഡ് തന്നിട്ടുണ്ട്. എനിക്ക് നിൻ്റെ ഗോൾഡൊന്നും വേണ്ട. നീ എന്താ പറഞ്ഞു വരുന്നത്? അവളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് സുംബുൽ ചോദിച്ചു. എന്താ നിനക്ക് വേണ്ടത്? പറ. അവൾ അപ്പുറവും ഇപ്പുറവും നോക്കിയിട്ട് പറയുന്നു, എനിക്ക് സുൽത്താൻ സുലൈമാനെ എൻ്റെ സ്വന്തമാക്കണം. അദ്ദേഹത്തിൻ്റെ ആൺകുഞ്ഞിനെ പ്രസവിക്കണം. അള്ളാഹുവേ, എനിക്ക് ക്ഷമത. ഇത് കേട്ട് സുംബുൽ സ്വയം പറയുന്നു. അവൾ കൊണ്ടുവന്ന ഗോൾഡ് കോയിൻസ് അയാൾക്ക് നേരെ നീട്ടുന്നു. ഗോൾഡ് കോയിൻസ് അല്ല പ്രധാനം. എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഞാൻ പറയുന്ന എല്ലാം നീ അനുസരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. എന്നാൽ ആദ്യം നീ ഒരു മുസ്ലിം ആവണം. ഒരു അമുസ്ലിം യുവതിക്ക് സുൽത്താനെ ആവാൻ പറ്റില്ല. അവൾ ആലോചിച്ച് നിൽക്കുന്നു. വെനിറ്റേറിയൻ അംബാസഡർ സുൽത്താൻ സുലൈമാനെ കാണാൻ വരുന്നു. അവിടെ ഉണ്ടായിരുന്ന പീരി പാഷയോട് പറയുന്നു, ഇതെന്ത് ഇങ്ങനെ ഒരു ഉത്തരവ്? ഇത് അംഗീകരിക്കാനാവില്ല. വർഷങ്ങളായി നിലനിൽക്കുന്ന കരാർ എന്തിനാണ് മാറ്റുന്നത്? എന്തിനാണ് ഞങ്ങൾക്ക് മേലുള്ള നികുതി വർദ്ധിപ്പിച്ചത്? ഓട്ടോമാൻ വെനിറ്റിയൻ റിലേഷനെ ഇത് ദോഷകരമായി ബാധിക്കും. ദയവ് ചെയ്ത് ഇത് പുനഃപരിശോധിക്കണം. ഇത് സുൽത്താൻ സുലൈമാൻ്റെ ഓർഡറാണ്. ഇത് മാറ്റാനാവില്ല. ഒന്നുകിൽ ഈ നികുതി അടയ്ക്കുക, അല്ലെങ്കിൽ ഓട്ടോമാൻ എംപയറുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിക്കുക. പീരി പാഷ പറയുന്നു. സുൽത്താൻ സുലൈമാൻ എവിടെ? എനിക്ക് അദ്ദേഹത്തെ കാണണം. അയാൾ പറയുന്നു.
ഇതേ സമയം സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും വേഷം മാറി മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. സുലൈമാൻ ഒരു തുണിക്കടയിൽ ചെന്ന് തുണി വാങ്ങുന്നു. ഈ തുണികൾ എവിടുന്ന് വരുന്നതാണ്? സുലൈമാൻ കടക്കാരനോട് ചോദിച്ചു. ഇത് ബുർസയിൽ നിന്ന്. ഇത് വെനിറ്റിയൻ സിൽക്ക്. ബുർസ സിൽക്ക് കുറച്ച് കട്ട് ചെയ്തെടുത്തു. വെനിറ്റിയൻ സിൽക്ക് ആളുകൾ വാങ്ങുന്നുണ്ടോ? സുലൈമാൻ ചോദിച്ചു. പണക്കാർ മാത്രമേ വാങ്ങാറുള്ളൂ. കൊട്ടാരത്തിൽ നിന്ന് വാങ്ങാറുണ്ട്. സർ, നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങൾ സ്കൂട്ടായിൽ നിന്ന് വരുന്നു, സുലൈമാൻ പറഞ്ഞു. മാർക്കറ്റിൽ വന്ന കൊട്ടാരം പാചകക്കാരൻ സുലൈമാനെയും ഇബ്രാഹിമിനെയും അവിടെ കണ്ട് കണ്ണിൽ പെടാതെ മാറി നിൽക്കുന്നു. നിങ്ങൾ അർബേനിയയിൽ നിന്നാണോ? സുലൈമാൻ കടക്കാരനോട് ചോദിക്കുന്നു. എൻ്റെ അമ്മ റോഡിയനാണ്, അച്ഛൻ അൽബേനിയൻ. ഞാനിപ്പോൾ ഇവിടെ, അയാൾ പറഞ്ഞു. സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കുന്നു. താങ്കൾക്ക് റോഡസിലേക്ക് പോകണമെന്നുണ്ടോ? ഇബ്രാഹിം ചോദിച്ചു. അവിടെ ജോലി കിട്ടുകയാണെങ്കിൽ ഉറപ്പായും പോകും. ദമാസ്കസിൽ ഫറദ് പാഷ വിജയിച്ചുവെന്ന് കേൾക്കുന്നു, സുലൈമാൻ അയാളോട് പറയുന്നു. ഇത് കേട്ട മറ്റൊരാൾ പറയുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. സുൽത്താൻ സുലൈമാൻ ഇറ്റലി, ഫ്രാൻസ് എല്ലാം പിടിച്ചടക്കും. അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. ഇത്രയും ദൂരം പോയി പിടിച്ചടക്കാൻ സുലൈമാനെ കൊണ്ട് സാധിക്കുമോ? സുലൈമാൻ ചോദിക്കുന്നു. സാധിക്കും. ഞാൻ വേണമെങ്കിൽ ബെറ്റ് വയ്ക്കാം, 100 സിൽവർ കോയിന്. അത് കേട്ട സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കി ചിരിക്കുന്നു. ബുർസ സിൽക്ക് വാങ്ങി അവർ മുന്നോട്ട് നടക്കുന്നു. വൈകുന്നേരമായി. അധികം ഇരുട്ടും മുമ്പേ നമുക്ക് ലോഹശാലയിലേക്ക് എത്തണം, സുലൈമാൻ ഇബ്രാഹിമിനോട് പറയുന്നു. ഒരു കുട്ടി മാർക്കറ്റിൽ നിന്ന് വെള്ളം വിൽക്കുന്നത് കാണുന്നു. വെള്ളം, വെള്ളം, വെള്ളം. ഇത് കണ്ട സുലൈമാൻ അവിടെ നിൽക്കുന്നു. എനിക്കൊരു കപ്പ് വെള്ളം തരൂ, കുഞ്ഞു വെള്ളക്കാരാ. അവൻ വെള്ളം കൊടുക്കുന്നു. നേരെ ഒരുപാട് വൈകി. നീ എന്താ വീട്ടിൽ പോകാത്തത്? സുലൈമാൻ ചോദിച്ചു. എനിക്ക് കുറച്ച് വെള്ളം കൂടി വിൽക്കണം, എന്നിട്ടേ പോകാനാകൂ. നീ എന്താ സ്കൂളിൽ പോകാത്തത്? എൻ്റെ അമ്മയ്ക്ക് പാടില്ല. ഞങ്ങൾക്ക് പൈസ വേണം. നിൻ്റെ അച്ഛൻ എവിടെ? അച്ഛൻ മരിച്ചുപോയി. എൻ്റെ അമ്മയെയും അനിയത്തിയെയും ഞാൻ തന്നെ നോക്കണം. ഇത് കേട്ട സുലൈമാൻ അല്പനേരം ആലോചിച്ചിട്ട് ഇബ്രാഹിമിനോട് പറയുന്നു. ഇവനെ സ്കൂളിൽ വിടണം. ഇവൻ്റെ അമ്മയെ നല്ലൊരു ഫിസിഷ്യനെ കൊണ്ട് കാണിക്കണം. എന്നിട്ട് ഒരു കിഴി കോയിൻ ഇബ്രാഹിമിന് കൊടുത്തിട്ട് അവന് കൊടുക്കാൻ പറയുന്നു. നിൻ്റെ പേരെന്താണ്? എയ്യൂബ്. നീ നാളെ മുതൽ സ്കൂളിൽ പോകണം, കേട്ടോ എയ്യൂബ്? സുലൈമാൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുന്നു. അവനെ നമ്മുടെ സ്കൂളിൽ ചേർക്ക്. അവൻ്റെ അമ്മയ്ക്ക് മാസം സാലറി അനുവദിക്കണം, സുലൈമാൻ ഇബ്രാഹിമിനോട് വീണ്ടും പറയുന്നു. ഇബ്രാഹിം അവനോട് അവൻ്റെ വീടും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. കുളിക്കാൻ നേരം ഹുറം അവളുടെ മരതകമോതിരം ഊരി വയ്ക്കുന്നു. ആയിഷ ഇത് കാണുന്നുണ്ട്. കുളി കഴിഞ്ഞ് നോക്കുമ്പോൾ മോതിരം അവിടെ കാണുന്നില്ല. അവൾ അവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നു. നിങ്ങളാണ് എൻ്റെ മരതകമോതിരം എടുത്തത്, എനിക്കത് തിരിച്ചതാ, ഹുറം അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളോട് പറയുന്നു. ആയിഷ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഒച്ചകിട്ട് നിഗാർ കാഫ അവിടേക്ക് വരുന്നു. എന്താ ഇവിടെ ബഹളം? ഇവൾ എനിക്ക് സുൽത്താൻ സുലൈമാൻ തന്ന മോതിരം എടുത്തു, ഒരു പെണ്ണിനെ കാണിച്ച് ഹുറം പറയുന്നു. ഇവൾ നുണ പറയുകയാണ് നിഗാർ കാഫ, ആ പെണ്ണ് പറഞ്ഞു. എല്ലാവരും ബാത്റൂമിന് പുറത്തിറങ്ങ്, നിഗാർ കാഫ പറയുന്നു. ആർക്കും ഇവിടുന്ന് പോകാൻ പറ്റില്ല, എൻ്റെ മോതിരം കാണാനില്ല, ഹുറം ഒച്ച വെച്ചുകൊണ്ട് പറഞ്ഞു. ഇതേ സമയം മാഹിദേവരൻ വാലിദ സുൽത്താനയുടെ ചേംബറിൽ ഇരിക്കുകയായിരുന്നു. നീ നന്നായി ഭക്ഷണം കഴിക്കണം. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെയായി വിഷമിച്ചിരിക്കാൻ പാടില്ല, വാലിദ സുൽത്താന മാഹിദേവരാനോട് പറയുന്നു. മാഹിദേവരാൻ സുൽത്താന ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നിട്ട് മുസ്തഫയോട് പറയുന്നു. മുസ്തഫ, വാലിദ സുൽത്താനയുടെ കൈമുത്തിയിട്ട് പോയി കിടന്നുറങ്ങ്. എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല, മുസ്തഫ പറയുന്നു. നീ നന്നായി ഉറങ്ങിയില്ലെങ്കിൽ വലുതാവില്ല, വാലിദ സുൽത്താൻ അവനോട് പറയുന്നു. ഇത് കേട്ട മുസ്തഫ മനസ്സില്ലാ മനസ്സോടെ കൈമുത്താൻ ചെല്ലുന്നു. അവർ അവന് തിരിച്ചും മുത്തം കൊടുത്തു. ഒരു പെണ്ണ് വന്ന് മുസ്തഫയെ ഉറക്കാൻ കൊണ്ടുപോകുന്നു. ദായ ഹാത്തും അവിടേക്ക് കയറി വരുന്നു. അവർ പരിഭ്രമിച്ച മുഖഭാവം കണ്ട് വാലിദ സുൽത്താന ചോദിക്കുന്നു. എന്താ, എന്തു പറ്റി ദായ? ബാത്റൂമിൽ വെച്ച് പെണ്ണുങ്ങൾ തമ്മിൽ വഴക്ക് നടന്നു. ഹുറത്തിൻ്റെ സുൽത്താൻ സുലൈമാൻ കൊടുത്ത മോതിരം കാണാനില്ല എന്ന് പറഞ്ഞാണ് ബഹളം. ഇത് കേട്ട് മാഹിദേവരാനും അവരുടെ സഹായി ഗുൽഷയും പരസ്പരം നോക്കുന്നു. വാലിദ സുൽത്താന ദേഷ്യപ്പെട്ട് എണീറ്റുകൊണ്ട് പറയുന്നു. ആർക്കാണ് ഇവിടെ അതിനു വേണ്ട ധൈര്യം? ഹെറം മുഴുവൻ അരിച്ചു പറക്കണം, മോതിരം കണ്ടുപിടിക്കണം. ദായ ഹാത്തും തലയാട്ടി. കളവ് ഇവിടെ പൊറുക്കാനാവാത്ത കുറ്റമാണ്. വാലിദ സുൽത്താന മാഹിദേവരാനെ ഇടങ്ങണ്ണിട്ട് നോക്കിക്കൊണ്ട് പറയുന്നു. അവൾ തന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും, മാഹിദേവരാൻ പറയുന്നു. ഇതേ സമയം സുൽത്താൻ സുലൈമാനും ഇബ്രാഹിമും പുതിയ ലോഹനിർമ്മാണശാലയിൽ എത്തിയിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഇബ്രാഹിം? അവരിവിടെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നുണ്ട് ഇൻക്യാരം. എന്നാൽ നമുക്ക് തിരിച്ചു പോയാലോ? ഇബ്രാഹിം ചോദിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നില്ല, നാളെ രാവിലെ വരെ ഇവിടെ തന്നെ നിൽക്കും. യുദ്ധത്തിന് വേണ്ട സാമഗ്രികളെല്ലാം കൂടുതൽ നന്നായി നല്ല ബലത്തിലുണ്ടാക്കാൻ അവർ പണിക്കാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഹദീജ സുൽത്താന ബാൽക്കണിയിൽ നിന്നും ഇബ്രാഹിം നിൽക്കാറുള്ള സ്ഥലത്തേക്ക് നോക്കി നിൽക്കുന്നു. എന്നിട്ട് അയാൾ കൊടുത്ത ലെറ്റർ വീണ്ടും വായിക്കുന്നു. ഇത് കണ്ട ഗുൽഫാം ചോദിക്കുന്നു. എൻ്റെ സുൽത്താന,
നിങ്ങളിത് എത്ര തവണ വായിക്കും? സത്യമായി എനിക്ക് അറിയില്ല ഗുൽഫാം. എൻ്റെ നെഞ്ചിടിപ്പ് എനിക്ക് കേൾക്കാം. ഞാനൊരു മറുപടി എഴുതിയാൽ എങ്ങനെ ഇബ്രാഹിമിൻ്റെ കയ്യിലെത്തിക്കും? ഗുൽഫാം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു. നീ ലെറ്റർ എഴുത്, ഞാൻ എത്തിച്ചോളാം. ഹദീജ സുൽത്താൻ ചിരിക്കുന്നു. എന്തെഴുതും? നിനക്ക് നന്നായി ലവ് ലെറ്റർ എഴുതാൻ അറിയാലോ. എന്നിട്ട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ നോക്ക്, ഗുൽഫാം പറയുന്നു. നിന്റെ പോലെ ഇത്ര പ്രണയാർദ്രമായ മനസ്സ് മറ്റാർക്കുമില്ല, എനിക്കറിയാം. ഗുൽഫാം ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നു. നിഗാർ കാഫ വന്ന് എല്ലാ പെണ്ണുങ്ങളോടും നിരന്നു നിൽക്കാൻ പറയുന്നു. ദായ ഹാത്തുമും സുംബുലും അവിടേക്ക് വരുന്നു. ഇന്ന് ബാത്റൂമിൽ വെച്ച് ഒരു മോതിരം കളഞ്ഞു പോയിട്ടുണ്ട്. ആർക്കെങ്കിലും അത് കിട്ടിയാൽ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം, ദായ ഹാത്തും പറയുന്നു. നിഗാർ ആയിഷയെ സംശയത്തോടെ നോക്കുന്നു. ആരുടെ റിങ്ങാണ്? ഒരു പെണ്ണ് ചോദിച്ചു. ഹുറത്തിൻ്റെ റിങ്. എല്ലാവരും ഹുറത്തിനെ നോക്കുന്നു. അവൾക്ക് സുൽത്താൻ സുലൈമാൻ കൊടുത്ത റിങ്ങാണ്. കളവ് ഈ ഹെറത്തിൽ അനുവദിക്കില്ല. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തീരണം. ഇപ്പോൾ ഇവിടുത്തെ പരിചാരകർ വന്ന് ഇവിടെ മുഴുവൻ പരിശോധിക്കും. സ്ത്രീകൾ വന്ന് പെണ്ണുങ്ങളുടെ ദേഹം പരിശോധിക്കുന്നു. ആണുങ്ങൾ അവരുടെ ബെഡൊക്കെ പൊക്കി നോക്കുന്നു. നിഗാർ വീണ്ടും വീണ്ടും ആയിഷയെ സംശയത്തോടെ നോക്കി. അവർ അവിടെ എല്ലാം നോക്കിയിട്ടും അത് കണ്ടെത്താനായില്ല. സുംബുൽ ഹുറത്തിനോട് പറയുന്നു, ഞങ്ങൾക്കത് കണ്ടെത്താനായില്ല. ദായ ഹാത്തും അവരോട് പറയുന്നു, ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കും മുമ്പ് മുറ്റത്തുള്ള ആ കല്ലിൽ കൊണ്ടുപോയി വച്ചോ. ഞങ്ങൾ കണ്ടെത്തിയാൽ നല്ല പണിഷ്മെൻറ്റ് കിട്ടും. എല്ലാവരും പോയി കഴിയുമ്പോൾ മരിയ വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. എനിക്കറിയാം ആരാണിതെടുത്തതെന്ന്, ഹുറം പറയുന്നു. ആരാ? മാഹിദേവരൻ. ഇതേ സമയം ആ റിങ് എടുത്ത് നോക്കി വിരലിലിട്ട് നോക്കുകയായിരുന്നു മാഹിദേവരൻ സുൽത്താന. നിഗാർ കാഫ പെണ്ണുങ്ങളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സുൽത്താൻ സുലൈമാൻ ഖാൻ വരുന്നുണ്ട് എന്ന അറിയിപ്പ് വന്നപ്പോൾ എല്ലാവരും കുമ്പിട്ട് നിൽക്കുന്നു. ഹുറത്തിനെ കണ്ട സുൽത്താൻ സുലൈമാൻ അവൾക്ക് അയാളുടെ ഹാങ്കർചീഫ് കൊടുത്തിട്ട് പോകുന്നു. ഹുറത്തിന് സന്തോഷമായി. നിഗാർ അവളെ നോക്കി ചിരിക്കുന്നു. ഗുൽഫാം ഇബ്രാഹിമിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഹദീജ സുൽത്താൻ ഇന്ന് ഉച്ചയ്ക്ക് മെയിൻ ഗാർഡനിൽ വരും എന്ന് പറഞ്ഞ് ഗുൽഫാം പോകുന്നു. ഇബ്രാഹിം അവരെ തിരിഞ്ഞു നോക്കി ചിരിക്കുന്നു. സുൽത്താൻ സുലൈമാൻ ഹെറത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. ചിരിച്ചുകൊണ്ട് നിന്ന് ഇബ്രാഹിമിനെ കണ്ടപ്പോൾ സുൽത്താൻ ചോദിക്കുന്നു, എന്തു പറ്റി ഇബ്രാഹിം, നീ വളരെ ഹാപ്പിയാണല്ലോ? ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് ഇൻകാരം, ഇബ്രാഹിം പറയുന്നു. വാലിദ സുൽത്താന ദായ ഹാത്തുമിനോട് ചോദിക്കുന്നു, കാണാതെ പോയ മോതിരം കിട്ടിയോ? ഇതുവരെ കിട്ടിയില്ല, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഹിദേവരൻ സുൽത്താന അവിടെ ഉണ്ടായിരുന്നു. ഇത് കേട്ട അവർ ദായ ഹാത്തുമിനെ നോക്കുന്നു. ഹദീജ സുൽത്താനയും അവിടെ ഉണ്ടായിരുന്നു. ദായ ഹാത്തും പുറത്തേക്ക് പോകുന്നു. അതേസമയം ഗുൽഫാം അവിടെ കയറി വരുന്നു. ആരും കാണാതെ പറഞ്ഞിട്ടുണ്ട് എന്ന ഭാവത്തിൽ ഹദീജ സുൽത്താനയെ നോക്കി ചിരിക്കുന്നു. കൗൺസിൽ മീറ്റിംഗ് നടക്കുകയായിരുന്നു. വെനിറ്റേറിയൻ ടാക്സിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഫൈനൽ ഡിസിഷനാണ്, സുലൈമാൻ പറയുന്നു. ഇന്നലെ പുതിയ ലോഹനിർമ്മാണശാല കാണാൻ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇൻകാരം? പീരിപ്പാഷ ചോദിക്കുന്നു. ഞാനും ഇബ്രാഹിമും കൂടിയാണ് പോയത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു. ഒരു ഗേറ്റ് കീപ്പർ വന്ന് പറയുന്നു, ഇൻകാരം, ഹംഗേറിയൻ കിങ് ലൂയിസ് രണ്ടാമൻ അങ്ങേക്കൊരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട്. പീരിപ്പാഷ പറയുന്നു. അവസാനം നമ്മൾ പറഞ്ഞതിന് അയാൾ വഴങ്ങിക്കാണും. കൊണ്ടുവരൂ, സുലൈമാൻ പറയുന്നു. അത് തുറന്നപ്പോൾ അതിലൊരാളുടെ തലയായിരുന്നു. അത് നമ്മൾ ഇവിടുന്ന് വിട്ട ദൂതൻ്റെ തലയാണ്, പീരിപ്പാഷ പറയുന്നു. കിങ് ലൂയിസ്, ഞാൻ നിന്നെ നശിപ്പിക്കും, ദേഷ്യത്തിൽ എണീറ്റുകൊണ്ട് സുലൈമാൻ പറഞ്ഞു. ഇതേ സമയം ഹംഗറിയിൽ കിങ് ലൂയിസ് ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ മറ്റുള്ള യൂറോപ്യൻ കിങ്സുമായി അണിചേരാൻ ശ്രമിക്കുകയായിരുന്നു. ചാൾസ് അഞ്ചാമൻ അതിന് സമ്മതം അറിയിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കുന്നു. യൂറോപ്പിലേക്ക് വന്നാൽ സുൽത്താൻ സുലൈമാൻ്റെ ശവം ഞങ്ങളിവിടെ കുഴിച്ചിടുമെന്ന് കിങ് ലൂയിസ് പറയുന്നു. അവൻ്റെ മുത്തച്ഛൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പിന്നെയാണ് സുലൈമാൻ. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ സുംബുലാഗിയെ കാണുന്ന ഹുറം അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവളെ കണ്ടപ്പോൾ അയാൾ പറയുന്നു, മോതിരത്തെക്കുറിച്ച് മാത്രം ചോദിക്കരുത്, അത് വായുവിൽ അലിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി സുൽത്താൻ സുലൈമാൻ എന്നോട് ഇതേപ്പറ്റി ചോദിച്ചാൽ ഞാൻ കാര്യം പറയും, ആ മോതിരം വായുവിൽ അലിഞ്ഞു പോയെന്ന്. അവൾ പോകുമ്പോൾ സുംബുൽ ഒന്നും മിണ്ടാതെ അവളെ നോക്കുന്നു. ഹദീജ സുൽത്താന മെയിൻ ഗാർഡനിൽ ഇബ്രാഹിമിനെ കാത്തു നിൽക്കുന്നു. ഇബ്രാഹിം എത്തുമ്പോൾ ഹദീജ സുൽത്താന പറയുന്നു, ഞാൻ വിചാരിച്ചു വരില്ലായിരിക്കുമെന്ന്. ഇബ്രാഹിം അല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടുന്നു. ഇത്രയും നേരം വെയിറ്റ് ചെയ്യിച്ചതിൽ ക്ഷമിക്കണം, എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഹദീജ സുൽത്താൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇനി ലെറ്റർ തന്ന് ബുദ്ധിമുട്ടിക്കില്ല, ഇബ്രാഹിം പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. വൈകിയാൽ ഷെഹസാദ മുസ്തഫ അന്വേഷിക്കുമോ? ഇബ്രാഹിം ചോദിക്കുന്നു. ശരി, ഞാൻ പോണു. അവൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. ഇബ്രാഹിം അവളെ തന്നെ നോക്കി നിന്നു. മുസ്തഫ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. സുംബുലാഗ അങ്ങോട്ടേക്ക് വരുന്നു.
അങ്ങേക്ക് സമയമുണ്ടാകുമോ? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്തു പറ്റി സുംബുലാക? വാലിദ സുൽത്താനയ്ക്ക് സുഖമില്ലേ? അതൊന്നുമല്ല, ഒരു മോതിരത്തിൻ്റെ കാര്യം പറയാനാ. ഏത് മോതിരം? കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നിഗാർ കാഫയെ വിളിപ്പിക്കുന്നു. നിഗാർ വന്നു കഴിയുമ്പോൾ ഇബ്രാഹിം ദേഷ്യത്തിൽ ചോദിക്കുന്നു, നീ എന്താ ഹെറത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് എന്നെ അറിയിക്കാത്തത്? അത് രാത്രിയിലാണ് നടന്നത്. ഞങ്ങൾ എല്ലായിടത്തും നോക്കി. രാത്രി ആ സമയത്ത് അങ്ങയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചാണ് പറയാതിരുന്നത്. നീയാണ് ഹെറത്തിൽ എൻ്റെ കണ്ണും കാതും. അവിടെ എന്ത് നടന്നാലും അപ്പോൾ തന്നെ എന്നെ അറിയിക്കണം. ഈ മോതിരം ആരാവും എടുത്തിട്ടുണ്ടാവുക? എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ ഒരാളെ സംശയമുണ്ട്. എൻ്റെ സംശയം മാത്രമാണ്, അവൾ പേടിച്ച് പറഞ്ഞു. ആളെ ഇങ്ങോട്ട് കൊണ്ടുവാ വേഗം. നിഗാർ ശരി എന്ന് പറഞ്ഞു പോകുന്നു. ആയിഷ അവിടെ പേടിച്ചിരിക്കുകയായിരുന്നു. നിഗാർ വന്ന് അവളെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. തല കുനിച്ച് പേടിച്ച് നിന്ന ആയിഷയോട് ഇബ്രാഹിം ഇരിക്കാൻ പറയുന്നു. അവൾ ഇരിക്കുന്നു. എനിക്കൊന്നും അറിയില്ല, ഞാൻ മോതിരം എടുത്തിട്ടില്ല, ആയിഷ പറയുന്നു. ഞാൻ പറഞ്ഞോ നീ മോതിരം എടുത്തുവെന്ന്? നോക്ക്, ഞാനാണ് നിന്നെ സുൽത്താൻ സുലൈമാന് പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ നിനക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണം ഞാനാണ്. അതിന് നീ എന്നോട് നന്ദി കാണിക്കണം. അവൾ തലയാട്ടുന്നു. എനിക്ക് നിന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കണമെന്നില്ല, പക്ഷേ അരുതാത്തത് എന്തെങ്കിലും നിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ ഞാൻ അതിന്... ഇബ്രാഹിം പറഞ്ഞു തീരും മുമ്പ് ആയിഷ പറയുന്നു, അങ്ങനെ ഒന്നും സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവൾ നിർത്തുന്നു. എന്നാൽ പറ, എന്താ സംഭവിച്ചത്? ആരാ നിന്നെ കൊണ്ടിത് ചെയ്യിച്ചത്? ആയിഷ കണ്ണു തുടച്ച് പറയുന്നു, മാഹിദേവരാൻ സുൽത്താന. ഇബ്രാഹിം ഈ വിവരം വാലിദ സുൽത്താനെ അറിയിക്കുന്നു. വാലിദ സുൽത്താന, ആ മരതകമോതിരം എവിടെയും പോയിട്ടില്ല. അത് മാഹിദേവരാൻ സുൽത്താനയുടെ കയ്യിലുണ്ട്. മാഹിദേവരാൻ സുൽത്താനയെ ഏതെങ്കിലും വിധത്തിൽ വിഷമിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാലിദ സുൽത്താന അതിനൊരു വഴി കാണണം. ആ റിംഗ് അതിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ തിരിച്ചെത്തണം. സുൽത്താൻ സുലൈമാൻ ഇതറിയും മുമ്പ് എന്തെങ്കിലും ചെയ്യണം. ഇബ്രാഹിം, ഈ വിവരം മറ്റാരും അറിയണ്ട. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, വാലിദ സുൽത്താന പറയുന്നു. ദായ ഹാത്തൂൻ വന്ന് മാഹിദേവരാൻ സുൽത്താനയോട് പറയുന്നു. വാലിദ സുൽത്താന വിളിക്കുന്നു. ഞാൻ വന്നോളാം, ഇപ്പോൾ തന്നെ ചെല്ലണം. മാഹിദേവരാൻ സുൽത്താന കുറച്ചു നേരം ആലോചിച്ചിട്ട് ഗുൽഷയെ നോക്കുന്നു. എന്നിട്ട് എഴുന്നേറ്റ് ചെന്നിട്ട് പറയുന്നു, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ദായ ഹാത്തൂൻ ചിരിക്കുന്നു. മാഹിദേവരാൻ സുൽത്താന പോയി കഴിയുമ്പോൾ ഗുൽഷ അവരുടെ പിറകെ പോകാൻ പോകുന്നു. ദായ ഹാത്തൂൻ അവളെ പിടിച്ചു നിർത്തുന്നു. നീ ഇവിടെ നിന്നാൽ മതി, നിനക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ മോതിരം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വേഗം എനിക്ക് എടുത്തതാ. ഗുൽഷ അത് എടുത്തു കൊടുക്കുന്നു. അവർ അതും കൊണ്ട് പോകുന്നു. വാലിദ സുൽത്താൻ്റെ ചേംബറിലെത്തിയ മാഹിദേവരാൻ സുൽത്താന അവരെ കുമ്പിട്ട ശേഷം ചോദിക്കുന്നു, വാലിദ, എന്നെ വിളിപ്പിച്ചത് എന്തിനാണ്? ഇവിടെ വാ എൻ്റെ സുന്ദരി ഹസേക്കി സുൽത്താന. അവർ അവളെ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വിളിച്ചു. മാഹിദേവരാൻ സംശയിച്ചുകൊണ്ട് അവരെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവിടെ ഇരിക്കെ. വാലിദ സുൽത്താന അവളെ അടുത്തിരുത്തുന്നു. ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ക്രാൻബെറി സർബത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. മാഹിദേവരാൻ സംശയത്തിൽ വാലിദ സുൽത്താനയെ നോക്കുന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇമ്പോർട്ടൻ്റായ കാര്യം പറയാനാകുമെന്ന്. മാഹിദേവരാൻ പറയുന്നു. എൻ്റെ പേരക്കുട്ടിയുടെ ഹെൽത്തിനേക്കാൾ പ്രധാനമായി വേറെ എന്താണ് എനിക്കുള്ളത്? അവൾക്ക് ജ്യൂസ് കൊടുക്കുന്നു. അപ്പോഴും മാഹിദേവരാൻ സംശയത്തോടെ തന്നെ നോക്കുന്നു. കുടിക്ക്, വാലിദ സുൽത്താന പറയുന്നു. അവൾ അത് കുടിക്കുന്നു. വാലിദ സുൽത്താന അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സുൽത്താൻ സുലൈമാൻ പാഷമാരുമായി ഹംഗേറിയൻ കിങ് ലൂയിസ് രണ്ടാമന് തിരിച്ചടി കൊടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഇൻക്യാരം, നാളെ തന്നെ പാഷമാരെ എല്ലാവരെയും വിളിച്ചൊരു കൗൺസിൽ മീറ്റിംഗ് കൂടാം. നമ്മൾ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഹംഗറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബെൽഗ്രേഡാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അവരെ അറിയിക്കാം, പീരിപ്പാഷ പറഞ്ഞു. ബെൽഗ്രേഡ് നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പം പിടിച്ചെടുക്കാനാവില്ല. അത് മുമ്പ് 2 തവണ നമ്മൾ ശ്രമിച്ചതാണ്, എന്നിട്ട് കിട്ടിയില്ല, അഹമ്മദ് പാഷ പറയുന്നു. ശരി, നമ്മൾ ഈ യുദ്ധം എവിടെ നിന്ന് തുടങ്ങുന്നതാവും നല്ലത്? സുൽത്താൻ സുലൈമാൻ അഹമ്മദ് പാഷയോട് ചോദിക്കുന്നു. ബുധയിൽ നിന്ന് തുടങ്ങുന്നതാവും നല്ലത്. ലൂയിസ് രണ്ടാമന് അതൊരു വെല്ലുവിളിയാവും. ഞാൻ അയച്ച ദൂതൻ്റെ ചോര വീണ സ്ഥലത്തെല്ലാം എൻ്റെ ആർമി കയറും, സുൽത്താൻ സുലൈമാൻ പറയുന്നു. ലൂയിസ് രണ്ടാമൻ നമുക്കെതിരെ കെണിയൊരുക്കും, പീരിപ്പാഷ പറയുന്നു. അവൻ എൻ്റെ ആർമിയുടെ കരുത്തറിയാൻ പോകുന്നതേ ഉള്ളൂ. അവനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരെ ഞാൻ വെറുതെ വിടില്ല, സുലൈമാൻ പറയുന്നു. പീരിപ്പാഷയും അഹമ്മദ് പാഷയും ഇത് കേട്ട് തല കുമ്പിട്ട് നിന്നു. സുലൈമാൻ അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു. ഇബ്രാഹിം വരുമ്പോൾ സുൽത്താൻ സുലൈമാൻ ഒരു മാപ്പ് നോക്കി യുദ്ധം എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊക്കെ നോക്കുകയായിരുന്നു. നീ എവിടെയായിരുന്നു ഇബ്രാഹിം? വാ, ഞാൻ യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. നീ പറ, നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ബെൽഗ്രേഡിൽ നിന്നാണോ ബുധയിൽ നിന്നാണോ? മാപ്പ് നോക്കി ഇബ്രാഹിം പറയുന്നു. നമ്മൾ ദാനൂബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാവും നല്ലത് ഇൻക്യാരം. ഈ വഴി പോയി ഇതുവഴി വന്ന് കയറും. വരുന്ന വഴി എല്ലാം നമ്മൾ പിടിച്ചടക്കും. വെനീസ് വരെ എത്തും. സുലൈമാൻ ആ ഐഡിയ ഇഷ്ടമാവുന്നു.
നീ ഇത് നാളെ കൗൺസിൽ മീറ്റിങ്ങിൽ പറയുമ്പോൾ പാഷമാർ ഞെട്ടും, സുൽത്താൻ സുലൈമാൻ പറയുന്നു. സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കി ചിരിക്കുന്നു. വെനിറ്റേറിയൻ അംബാസഡർ അവിടുത്തെ കിങ്ങിന് ലെറ്റർ എഴുതുന്നു. പീരിപ്പാഷ പറയുന്നത് അവർ വർദ്ധിപ്പിച്ച ടാക്സ് കുറയ്ക്കാൻ ഒരുക്കമല്ലെന്നാണ്. കൂടാതെ വെനീസിൽ നിന്നുള്ള ചരക്ക് കപ്പൽ തടയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സുൽത്താൻ സുലൈമാൻ ഇവിടെ പുതിയ ലോഹനിർമ്മാണശാല നിർമ്മിച്ചിരിക്കുകയാണ്. അവിടെ ക്യാനൻസ് ഉൾപ്പെടെയുള്ള യുദ്ധസാമഗ്രികൾ പണിയുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. കിങ് ലൂയിസ് രണ്ടാമൻ ഓട്ടോമാൻ അംബാസഡറിൻ്റെ തല വെട്ടി. ആ ഭ്രാന്തൻ കിങ് ചെയ്ത് തികച്ചും മണ്ടത്തരമാണ്. അതിനുള്ള തിരിച്ചടി എന്തായാലും ഓട്ടോമാൻ സുൽത്താൻ കൊടുക്കാതിരിക്കില്ല. അത് കനത്ത ഒരാഘാതം തന്നെയായിരിക്കും. ഇവിടെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ബുദ പാലസിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ദായ ഹാത്തൂൻ ഹരത്തിലേക്ക് വന്ന് എല്ലാ പെണ്ണുങ്ങളോടും മുന്നോട്ട് വരാൻ പറയുന്നു. എല്ലാവരും അവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ അവർ അവരുടെ ബെഡ് ചെക്ക് ചെയ്യുന്നു. ദായ ഹാത്തൂൻ ഒരു ബെഡ് ചെക്ക് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ട് അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം അതിൻ്റെ പില്ലോയിൽ നിന്ന് എടുക്കുന്നത് പോലെ മോതിരം മുന്നോട്ട് കാണിക്കുന്നു. ഇതാരുടെ ബെഡാണ്? ഒരു പെണ്ണ് പേടിച്ച് മുന്നോട്ട് വരുന്നു. അതെൻ്റെ ബെഡാണ്. എനിക്ക് ഈ മോതിരം നിൻ്റെ ബെഡിൽ നിന്ന് കിട്ടിയതാണ്. അയ്യോ, ഞാൻ മോതിരം കട്ടിട്ടില്ല, മറ്റാരോ കൊണ്ടുവന്ന് വെച്ചതാണ്. ഹുറവും മരിയയും അത് നോക്കി നിൽക്കുന്നു. ഗാർഡ്സ് വന്ന് ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നെ വിടൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവൾ ഉറക്കി വിളിച്ച് പറയുന്നു. ഇത് കണ്ട് ആയിഷ വിഷമത്തോടെ തല താഴ്ത്തി നിന്നു. ദായ ഹാത്തൂൻ ആ മോതിരവുമായി ഹുറത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇന്നാ നിൻ്റെ മോതിരം, കയ്യിലിട്ടോ. അവൾ കൈ കാണിച്ചു കൊടുക്കുന്നു. അവർ അത് ഇട്ടു കൊടുക്കുന്നു. മരിക്കുന്നത് വരെ ഇത് ഊരണ്ട, അവർ അവളെ നോക്കി പറയുന്നു. അവർ പോയി കഴിയുമ്പോൾ മരിയ മോതിരം നോക്കുന്നു. അവളല്ല ആ മോതിരം എടുത്തത്, മാഹിദേവ്രാനാണ്. അവർ ഒരു പാവം പെണ്ണിൻ്റെ തലയിൽ വെച്ച് കെട്ടിയതാണ്. ഹുറം പറയുന്നു. പതുക്കെ പറ, അവർ കേൾക്കും, മരിയ പറയുന്നു. കുറച്ചു നേരം ആലോചിച്ചിട്ട് ഹുറം പറയുന്നു. എന്നെ സുൽത്താൻ സുലൈമാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഞാൻ പോട്ടെ. മാഹിദേവ്രാൻ സുൽത്താൻ അവരുടെ ചേംബറിൽ നിൽക്കുകയായിരുന്നു. ആ സിൽവർ മിററിങ് എടുത്തേ, അവർ ഒരു പെണ്ണിനോട് പറയുന്നു. ആ പെണ്ണ് അതെടുക്കുമ്പോൾ താഴെ വീണ് പൊട്ടുന്നു. ക്ഷമിക്കണം സുൽത്താന, ഈ മിറർ പൊട്ടിപ്പോയി, അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. മിറർ പൊട്ടുന്നത് ദുശകുനമാണ്, എത്രയും വേഗം അത് കൊണ്ടുപോയി കളയും, മാഹിദേവ്രാൻ സുൽത്താന പറയുന്നു. ഗുൽഷ അങ്ങോട്ടേക്ക് വരുന്നു. എന്താ ഗുൽഷ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ ആ ഹുറത്തിനെ ഇപ്പോൾ കണ്ടു, അവൾ സുൽത്താൻ്റെ ചേംബറിലേക്ക് പോവുകയായിരുന്നു. അത് കേട്ട് മാഹിദേവ്രാൻ സുൽത്താന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു. അവൾ നശിച്ചു പോട്ടെ. സുൽത്താൻ്റെ ചേംബറിലെത്തിയ ഹുറം സുലൈമാൻ്റെ കൈ മുത്തുന്നു. അയാൾ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറയുന്നു. ഹുറം, നീ സ്വർഗത്തിൽ നിന്ന് വന്നതാണോ? അവൾ ചിരിക്കുന്നു. സുലൈമാൻ, എനിക്ക് താങ്കൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കണം, താങ്കൾ കാണുന്നത് കാണണം, താങ്കൾ കേൾക്കുന്നത് കേൾക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കാൻ ഞാൻ ഒരുക്കമാണ്. നിനക്ക് മുസ്ലിം ആവണോ? നീ നിൻ്റെ പൂർണ്ണ മനസ്സോടെയാണോ ഇത് പറയുന്നത്? അവൾ തലയാട്ടി. ഞാൻ എന്നും നിൻ്റെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും അടിമയായിരിക്കും, സുലൈമാൻ അവളോട് പറയുന്നു. അയാൾ ഒരു തുണി കൊണ്ടുവന്ന് അവളുടെ തലയിലിടുന്നു. എന്നിട്ട് ഖുറാനിലെ പ്രാർത്ഥന അവൾക്ക് ചൊല്ലിക്കൊടുക്കുന്നു. അവൾ അത് ഏറ്റു പറയുന്നു. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ. സുലൈമാൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ മുത്തം വയ്ക്കുന്നു. കരഞ്ഞുകൊണ്ടിരുന്ന മാഹിദേവ്രാൻ്റെ അടുത്തേക്ക് വാലിദ സുൽത്താന വരുന്നു. ഗുൽഷയോട് അവിടുന്ന് പോകാൻ പറയുന്നു. എത്ര നാൾ നീ ഇങ്ങനെ ബിഹേവ് ചെയ്യും? നീ ഒരു ഹസേക്കി സുൽത്താനയാണ്. ഒരു മോതിരത്തിൻ്റെ പേരിൽ നീ എത്ര വലിയ തെറ്റാണ് ചെയ്തത്. ഇത് ലാസ്റ്റ് ടൈമാണ്. ഇനി നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിന്നെ സംരക്ഷിക്കില്ല. വാലിദ സുൽത്താന പോയി കഴിഞ്ഞപ്പോൾ അവൾ അലമാര തുറന്നു നോക്കുന്നു. അതിൽ മോതിരം കാണാതെ പൊട്ടിക്കരയുന്നു. രാത്രി ഇബ്രാഹിം വയലിനടുത്ത് ബാൽക്കണിയിൽ ചെല്ലുമ്പോൾ ഖദീജ സുൽത്താന താഴെ ബാൽക്കണിയിൽ നിന്നിരുന്നു. ഇബ്രാഹിം അവരെ നോക്കിയിട്ട് വയലിൻ വായിക്കാൻ തുടങ്ങി. ഖദീജ സുൽത്താന അത് നോക്കി നിൽക്കുന്നു. ബെഡിൽ കിടന്ന് കരയുകയായിരുന്ന മാഹിദേവ്രാൻ സുൽത്താനയ്ക്ക് വയറുവേദന എടുത്ത് എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ ബ്ലഡ് ആയിരിക്കുന്ന കാണുന്നു. അവർക്ക് അബോർഷൻ ആവുകയായിരുന്നു. ഇതറിഞ്ഞ ഇബ്രാഹിം രാവിലെ അത് സുൽത്താനെ അറിയിക്കാനായി വരുന്നു. ഹുറം സന്തോഷത്തോടെ സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഇബ്രാഹിമിനെ കണ്ടപ്പോൾ അവൾ കുമ്പിട്ടു. അയാളെ നോക്കി ചിരിക്കുന്നു. ഇബ്രാഹിം അവളെ മൈൻഡ് ചെയ്യാതെ കടന്നുപോയി. ഹുറം ഇബ്രാഹിമിനെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. സുൽത്താൻ സുലൈമാൻ രാവിലെ വസ്ത്രങ്ങൾ അണിയിക്കുകയായിരുന്നു. അയാൾ ഏറെ സന്തോഷത്തോടെ കാണപ്പെട്ടു. ഇബ്രാഹിം പറയുന്നു. ഇൻകാരം, എനിക്കൊരു ദുഃഖകരമായ വാർത്തയാണ് അറിയിക്കാനുള്ളത്. ഓ, ഞാനിന്ന് വളരെ ഹാപ്പിയാണ് ഇബ്രാഹിം, അയാൾ പറയുന്നു. ഇബ്രാഹിം ഒന്നും പറയാനാവാതെ അയാളെ നോക്കുന്നു. ശരി, നീ പറ. ഇന്നലെ രാത്രി മാഹിദേവ്രാൻ സുൽത്താനയ്ക്ക് പാടില്ലാതെയായി, അവർക്ക് മിസ്കാരേജായി. ഇത് കേട്ട സുലൈമാൻ പെട്ടെന്ന് വിഷമത്തോടെ തല തിരിച്ചു. മാഹിദേവ്രാൻ സുൽത്താന വിഷമം സഹിക്കാനാവാതെ നൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു.
വരാന്തയിലൂടെ പോകുമ്പോൾ ഹുറം അവിടേക്ക് എത്തുന്നു. അവളെ കണ്ടപ്പോൾ മാഹിദേവരാൻ അവളുടെ അടുത്ത് വന്ന് അലറിക്കൊണ്ട് പറയുന്നു, നീയാണ് കാരണം, നീയാണ് എല്ലാത്തിനും കാരണം, വിഷസർപ്പം. അവളെ അടിച്ച് നിലത്തിടുന്നു. അവളുടെ മുഖത്ത് വീണ്ടും വീണ്ടും അടിക്കുന്നു. മുഖത്ത് നിന്നും ചോരയൊലിച്ച് ഹുറം ബോധം കെട്ട് താഴെ വീഴുന്നു. ഇത് കണ്ട് മാഹിദേവരാൻ സുൽത്താന ഒരു നിമിഷം പിന്നോട്ട് മാറി പേടിച്ച് നിൽക്കുന്നു.